നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ട് വൻ വിജയമായ ചിന്ന ചിന്ന ആശയ പദ്ധതി തുടരുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. ഉപ്പുകുന്ന മലനിരകളുടെ വശ്യമനോഹാരിത ആസ്വദിക്കാൻ നവംബർ 17-ന് മൂൺലൈറ്റ് സഫാരി ഒരുക്കുമെന്ന് ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അർക്കുളം പഞ്ചായത്തിൽ അടിസ്ഥാന വികസന പദ്ധതികൾ ഉൾപ്പെടെ പദ്ധതി നടത്തിപ്പ് താളം തെറ്റിയതായി UDF ഭാരവാഹികൾ മൂലമറ്റത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇടുക്കി കുമിളി മന്നാർ നഗർ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോമോൻ കൈപ്പടക്കുന്നിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ട് വൻ വിജയമായ ചിന്ന ചിന്ന ആശയ പദ്ധതി തുടരുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. പദ്ധതി ആരംഭിച്ച് 4 ദിവസം കൊണ്ട് 1080 കുട്ടികളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയിക്കാൻ സഹായിച്ച ജനങ്ങളോട് നന്ദിയുണ്ടെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും കളക്ടർ പറഞ്ഞു. പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ട് ചിന്ന ചിന്ന ആശയ പദ്ധതി വൻ വിജയമായെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. പദ്ധതി ഇനിയും തുടരുമെന്നും കളക്ടർ അറിയിച്ചു. വയോജനങ്ങൾക്കുള്ള സഹായങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നതിന് ശ്രമിക്കും. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ അറിയിക്കും. പദ്ധതി ആരംഭിച്ച 4 ദിവസം കൊണ്ട് 1080 കുട്ടികളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയിക്കാൻ സഹായിച്ച ജനങ്ങളോട് നന്ദിയുണ്ടെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും കളക്ടർ പറഞ്ഞു. പലർക്കും സഹായിക്കാനുള്ള മനസ്ഥിതിയുണ്ട്. എന്നാൽ അർഹമായ കൈകളിൽ അത് എങ്ങനെ ലഭ്യമാക്കും എന്നതിലാണ് അവരുടെ ആശങ്ക. അത് മനസ്സിലാക്കിയിട്ടാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സമ്മാനങ്ങൾ കൃത്യമായി കുട്ടികളുടെ കൈകളിൽ കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ചിന്ന ചിന്ന ആസൈ, ചെറിയ ആഗ്രഹങ്ങളുടെ വലിയ സന്തോഷം. ഇത് നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ ഉള്ള കുട്ടികൾക്കുള്ള അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ എല്ലാവരുടെ സഹകരണത്തോടു കൂടി ചെയ്ത ഒരു പദ്ധതിയാണ്. അത് ഇന്ന് വൻ വിജയകരമായിട്ടുണ്ട്. ഈ ശിശുദിനത്തിന് കുട്ടികളുടെ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ജനങ്ങളോടാണ് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അവർ നിന്ന് ചോദിച്ച് എഴുതി അത് നമ്മൾ ജനങ്ങളുടെ എത്തിച്ചേർന്നപ്പോൾ 4 ദിവസം കൊണ്ട് 1084 കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണ് ലഭിച്ചത്. എല്ലാ സമ്മാനങ്ങളിലും അത്ര സ്നേഹമുണ്ടായിരുന്നു. ഇതിനെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എല്ലാ കുട്ടികളുടെ പേരിലുമുള്ള സന്തോഷവും സ്നേഹവും കൂടി പങ്കുവയ്ക്കുന്നു. ഈ ചിന്ന ചിന്ന ആശയം പറയുന്നത് ഒരു തുടക്കമാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള യാത്ര ഒത്തിരിയുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ യാത്രയാണ്. ഓരോരോ പദ്ധതിയിലൂടെ നമുക്ക് കുറേ ഇൻസ്പിറേഷൻ കിട്ടും. ഇനിയും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മുടെ സമൂഹത്തിലെ അത്ര അഡ്വാൻറ്റേജ്ഡ് പൊസിഷനിൽ ഇല്ലാത്തവർക്കുള്ള ഒരു പദ്ധതികളായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം, തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ള സ്നേഹവും കമ്പാഷനും എല്ലാവർക്കും കൂടി കൊടുക്കാൻ ഉള്ള മനസ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ചിന്ന ചിന്ന ആശയ വഴി കണ്ടത്. എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഉള്ള എല്ലാ വിധ സഹകരണവും നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ സഹകരണം കൊണ്ട് വലിയ ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കാനും സാധിക്കും. അതിന് ഉള്ള ഒരു അഭ്യർത്ഥന കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ ചിന്ന ചിന്ന ആശയ നല്ല ഒരു സക്സസ് ആക്കുന്നതിന് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ് നന്ദി പറയുന്നു. താങ്ക് യു. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് പരിശോധിച്ച ശേഷമാണ് ചൈൽഡ് ഹോമുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും സമ്മാനങ്ങൾ നൽകണമെന്ന ആഗ്രഹമുള്ളവർക്ക് ടെലിവിഷൻ, സൈക്കിൾ പോലെ ചൈൽഡ് ഹോമുകളിലെ കുട്ടികൾക്ക് പൊതുവിൽ ഉപയോഗിക്കുവാൻ കഴിയുന്നവ കളക്ടറേറ്റിലോ താലൂക്കുകളിലെ കളക്ഷൻ സെന്ററുകളിലോ നേരിട്ടെത്തിക്കാമെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന
സർക്കാർ ഭക്ഷ്യസുരക്ഷ മുൻനിർത്തി നടപ്പിലാക്കുന്ന കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം കാമാക്ഷി നീലിവയലിൽ നടത്തി. ഭക്ഷ്യസുരക്ഷ ജനനന്മയ്ക്കെന്ന ലക്ഷ്യത്തിൽ റേഷൻ കടകൾ കേന്ദ്രീകരിച്ചാണ് കെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻഡു ബിനോയ് ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ ജീസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആദ്യ വിൽപ്പനയും നടത്തി. ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ നിലവിൽ 15 കെ സ്റ്റോറുകളാണുള്ളത്. കൂടാതെ 16 എണ്ണം കൂടിയാണ് പൊതുജനങ്ങൾക്ക് സമീപ ദിവസങ്ങൾ തുറന്നു നൽകുന്നത്. അവശ്യ സാധനങ്ങൾ റേഷൻ കട വഴി കുടുംബങ്ങളിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മിൽമ, ശബരി ഉൽപ്പന്നങ്ങൾ കൂടാതെ ചോട്ടാ ഗ്യാസ്, അക്ഷയ സേവനങ്ങൾ, 10,000 രൂപ വരെയുള്ള ATM ബാങ്ക് സേവനങ്ങൾ ഉൾപ്പെടെ ജനോപകാരപ്രദമായ സൗകര്യങ്ങളാണ് ഒരു സ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നത്. കാമാക്ഷി പഞ്ചായത്തിലെ നീലവയൽ കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻഡു ബിനോയ് നിർവഹിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ ജീസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. റേഷൻ കടയിൽ വരുമ്പോൾ ഒരുവിധം വീട്ടു സാധനങ്ങൾ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് തന്നെ മേടിച്ചു പോകാനുള്ള സൗകര്യമാണ് ഗവൺമെൻറ് ഒരുക്കുന്നത്. അത് 5 തരം പ്രോഡക്റ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. മിൽമയുടെ സാധനം കിട്ടും, ശബരിയുടെ സാധനം കിട്ടും, ചോട്ടു ഗ്യാസ്, നമ്മുടെ ചെറിയ 5 കിലോയുടെ ഗ്യാസ്, പിന്നെ നമ്മുടെ CSC സേവനം, അതായത് അക്ഷയ വഴി ചെയ്യുന്ന സേവനങ്ങൾ ഇവിടെ ലഭിക്കും. ബാങ്കിങ് സിസ്റ്റം, 10,000 രൂപ വരെ പിൻവലിക്കാൻ പറ്റുന്ന ATM സ്ഥാപിക്കും. ഇത്രയും സാധനങ്ങളും കൂടെ ചേർന്നാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ ചെറുകിട വ്യവസായം എന്നുള്ള MSME, ചെറുകിട വ്യവസായത്തിൻ്റെ കീഴിൽ ചെറുകിട വ്യവസായം നടത്തുന്ന അവരെയും കൂടി രക്ഷിക്കാൻ വേണ്ടി അവരുടെ പ്രോഡക്ട്സ് കൂടുതൽ വിൽക്കണമെന്നുള്ള ധാരണയിലാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ മനോജ് PL പദ്ധതി വിശദീകരണവും RC പ്രശാന്ത് മുഖ്യപ്രഭാഷണവും നടത്തി. കെ സ്റ്റോർ ലൈസൻസി സണ്ണി പുത്തൂർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള സർക്കാരിൻ്റെ പുതിയ തീരുമാനമനുസരിച്ച് റേഷൻ കടകൾ വഴി പല വ്യഞ്ജനങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റേഷൻ കടക്കാരന് ചെറിയൊരു മാർജിൻ കിട്ടും. കെ സ്റ്റോർ വഴി വിൽക്കുന്ന സാധനങ്ങൾ ഒന്ന് MSME ഉൽപ്പന്നങ്ങൾ, അതായത് ചെറുകിട വ്യവസായങ്ങൾ യൂണിറ്റുകൾ നൽകുന്ന സാധനങ്ങളാണ്. സ്വന്തമായിട്ട് അവർ വീട്ടിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ 2-3 കിലോ മേടിച്ച് വെച്ച് പൊടിച്ചിട്ട് പാക്കറ്റാക്കി അതിന് അതിൻ്റേതായ വില കിട്ടും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉപ്പുകുന്ന മലനിരകളുടെ വശ്യമനോഹാരിത ആസ്വദിക്കാൻ മൂൺലൈറ്റ് സഫാരി ഒരുക്കി ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നവംബർ 17 ചീനിക്കുഴിയിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് സഫാരി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ബേസ് ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. ടൂർ കോ ചെയർമാൻ K സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സഫാരി ഒരുക്കുന്നത്. ബേസ് ക്യാമ്പായ ചീനിക്കുഴിയിലെത്തുന്ന സഞ്ചാരികളെ തുറന്ന വാഹനത്തിൽ ടീ ഗാർഡൻ, ഹെറിറ്റേജ് മ്യൂസിയം, ട്വിലൈറ്റ് പോയിന്റ്, അരുവിപ്പാറ എന്നീ വ്യൂ പോയിന്റുകൾ സന്ദർശിച്ച് 2 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ ട്രെക്കിംഗ് നടത്തി മുറംകെട്ടി പാറയിൽ സമാപിക്കും. തുടർന്ന് ഭക്ഷണം 9 മണിയോടെ ബേസ് ക്യാമ്പിൽ സമാപിക്കുന്ന രീതിയിലാണ് സഫാരി ഒരുക്കിയിരിക്കുന്നത്. അരുവിപ്പാറ വ്യൂ പോയിന്റിന് സമീപം സഞ്ചാരികൾക്കായി കുതിര സഫാരിയും ഒരുക്കിയിട്ടുണ്ട്. നവംബർ 17 ഞായറാഴ്ച 3 മണിക്ക് ചീനിക്കുഴിയിൽ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് സഫാരി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ബേസ് ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. ടൂർ കോ ചെയർമാൻ K സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൈസി ഡെനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് PS, KR ഗോപി, അഖിലേഷ് ദാമോദരൻ, ബീന രവീന്ദ്രൻ, അൽഫോൺസ മാത്യു, ഫാദർ സെബാസ്റ്റ്യൻ പന്നാരക്കുന്നേൽ, തൊടുപുഴ റൂറൽ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും. അതായത് ബേസ് ക്യാമ്പായ ചീനിക്കുഴിയിൽ വരുന്നവരെ അവിടുന്ന് വാഹനത്തിൽ ജീപ്പിൽ ഓഫ് റോഡിലൂടെയല്ല, അവിടെ ഒരു ടീ ഗാർഡൻ ഉണ്ട് ഉപ്പൂന്നിൽ. ആ ടീ ഗാർഡൻ ആദ്യം കാണിച്ച് അതിനുശേഷം അവിടെ ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരാളുടെ ഒരു മ്യൂസിയം ഉണ്ട്. ഒരു വ്യക്തി ഒരു ട്രസ്റ്റായിട്ട് നടത്തുന്നതാണ്. ഒരു കുറേയധികം പുരാവസ്തുക്കളുള്ളൊരു മ്യൂസിയം. ആ മ്യൂസിയം കാണിച്ചതിന് ശേഷം ട്വിലൈറ്റ് പോയിന്റ്, അവിടെ ഉപ്പൂന്നിൽ ഏറ്റവും ടോപ്പിലായിട്ട് അത് അവിടെ വെച്ച് നമ്മളൊരു സൺസെറ്റ് കാണാനുള്ളൊരു അവസരം. അവിടെ നിന്ന് താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ അരുവിപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ട്രക്കിംഗ് ആണ്, ഒരു ഓഫ് റോഡിലൂടെയുള്ള നടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് നടന്നു പോകാം, അല്ലാത്തവർക്ക് ജീപ്പിലൂടെ ഒരു ഓഫ് റോഡിലൂടെ നടന്ന് നമ്മൾ മുറംകെട്ടിപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലെത്തും. അപ്പോൾ അവിടെ ആ വ്യൂ പോയിന്റിലെത്തിയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഒരു മനോഹരമാണ്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ലൈറ്റും മുകളിലേക്ക് നോക്കിയാലും ഏതാണ്ട് കിലോമീറ്ററോളം ദൂരെ പ്രദേശങ്ങൾ അവിടെ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അവിടെ വെച്ച് ഇത് സമാപിക്കുകയാണ്. അവിടെ വെച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് തിരിച്ച് നമ്മൾ ചീനിക്കുഴി വ്യൂ പോയിന്റിൽ ചീനിക്കുഴി ബേസ് ക്യാമ്പിൽ കൊണ്ടുപോയി
ആൾക്കാരെ വിടും. ആ രീതിയിലൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം 17-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് ഉടുമ്പന്നൂർ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പം ചീനിക്കുഴിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ലതീഷ് അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. അവിടെ നമ്മുടെ ഈ ബേസ് ക്യാമ്പിലെ ഓഫീസിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഇന്ദു സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ സുരേഷ് ബാബു, സെക്രട്ടറി കെ വി ഫ്രാൻസിസ്, ഭരണസമിതി അംഗങ്ങളായ ഇന്ദു സുധാകരൻ, ജോസ് കെ മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം പഞ്ചായത്തിൽ അടിസ്ഥാന വികസന പദ്ധതികൾ ഉൾപ്പെടെ പദ്ധതി നടത്തിപ്പ് താളം തെറ്റിയതായി UDF ഭാരവാഹികൾ മൂലമെടുത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ 2 വർഷവും ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. LDF ഭരണസമിതിയുടെ കഴിവുകേടാണ് ഇതിന് കാരണമെന്നും സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കരാർ വച്ച 57 ജോലികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ 3.22 കോടി രൂപയുടെ ജോലികളും 2024-2025 സാമ്പത്തിക വർഷത്തിൽ വിനിയോഗിക്കാവുന്ന 2.46 കോടി രൂപയും 5.68 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കണം. എന്നാൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ പദ്ധതികളൊന്നും സമയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. പട്ടിക വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് മുൻ വർഷത്തേക്കാൾ കുറഞ്ഞു. കോടികൾ വരുന്ന വിവിധ പദ്ധതികൾ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ സമയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് പഞ്ചായത്തിന്റെ വികസനം അവതാളത്തിലാക്കും. കഴിഞ്ഞ 2 വർഷവും ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും UDF ഭാരവാഹികൾ വ്യക്തമാക്കി. LDF ഭരണസമിതിയുടെ കഴിവുകേടാണ് ഇതിന് കാരണമെന്നും സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കാൻ സാഹചര്യമുണ്ടാക്കിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും അവർ പറഞ്ഞു. ഇത്രയും ജനവാസ മേഖല ഇത്രയും പ്രവർത്തനം നടക്കുന്ന ഒരു പഞ്ചായത്ത്, ഇത്രയും തുറകളുടെ പ്രവർത്തനം നടക്കുന്ന ഒരു പഞ്ചായത്തിൽ സ്ഥിരമായ ഒരു എയും ഫിക്സഡ് ഓഫീസറും ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് ഭവന പദ്ധതി പോലുള്ള പരിപാടികൾ നടക്കണമെങ്കിൽ 2 VOമാർ ഉണ്ടായിരുന്നതായിരുന്നു. നമ്മളുടെ ആ VOമാർ 2 പേരെയും ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പകരമുള്ള VOമാർ ആരും ചാർജ് എടുത്തിട്ടില്ല. അതും മറ്റു പഞ്ചായത്തുകളിലുള്ള VOമാർക്ക് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അതുമൂലം ലൈഫ് ഉൾപ്പെടെയുള്ള പല പദ്ധതികളും നമുക്കിപ്പോൾ TMA പ്രവർത്തനമുള്ള 27 വീടുകളുടെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ ഇതിന്റെ VOമാർ ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾ വന്നിട്ട് നടത്തുള്ളൂ. പക്ഷെ ഇതൊന്നും ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം നടക്കുന്നത്. മൂലമറ്റത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF ചെയർമാൻ ജിഫി അഞ്ചാനി, കൺവീനർ AD മാത്യു, UDF നേതാക്കളായ ഉഷ ഗോപിനാഥ്, കൊച്ചുറാണി ജോസ്, ഓമന ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇടുക്കി കുമിളി മന്നാർ നഗർ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആദിവാസി ഊരുകളിലെ ഊരുമൂപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംസാരിച്ചു. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇടുക്കി കുമളി മന്നാർ നഗർ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. केंद्रीय मंत्रिमंडल के मेरे आज हमारे बीच आए, इतना ही हमारा सौभाग्य है कि आज अगर मैं कहूं कि हमारा जो भारतीय जनता पार्टी का परिवार है, हम लोगों का मार्गदर्शन करते हैं और जैसे सम्राट चौधरी जी बिहार सरकार के अनेक राज्यों के मंत्री, केंद्र सरकार के मंत्री हिंदुस्तान के अलग अलग जिलों में बहुत बड़े कार्यक्रम हो रहे हैं, उसमें वो मौजूद है. मैं उन सबका भी स्वागत करता हूं और वर्चुअली हमारे साथ जुड़े देश के करोड़ों കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയായിരുന്നു. ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെയുള്ള എല്ലാ ഭരണാധികാരികളും, എല്ലാ ജനപ്രതിനിധികളും, എല്ലാ ഭരണകൂടങ്ങളും, ഓരോ തലമുറയും എല്ലാം തന്നെ വികസിത രാജ്യത്തേക്ക് അല്ലെങ്കിൽ വികസിത ഭാരതത്തിലേക്കുള്ള ആ ചുവടുവെപ്പ് നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് അതെങ്ങനെ ചെയ്തോ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്കറിയാം. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകൾ, അതുപോലെ തന്നെ ഓരോ കുടുംബനാഥന്മാർക്കും അറിയാം അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത്. തൻ്റെ മക്കളെ ഒരു സാങ്കേതിക വിദ്യ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം.
വികസിത ഭാരതത്തിലേക്കുള്ള അവരുടെ സംഭാവന അവർ ചെയ്തു കഴിഞ്ഞു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി IAS, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആദിവാസി ഊരുകളിലെ ഊരുമൂപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംസാരിച്ചു. കേരളത്തിൽ വയനാട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലകളിലാണ് പദ്ധതി ഉൾപ്പെടുന്നത്. 89 പട്ടികവർഗ ഗ്രാമങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഉപജീവന മാർഗം എന്നിങ്ങനെ 4 മേഖലകളിലായി പട്ടികവർഗ ജനതയുടെ സമഗ്ര വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമോൻ കൈപ്പടക്കുന്നിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാമ്പ്യൻഷിപ്പിൽ മൂലമറ്റം ക്ലബ്ബ് 1ാം സ്ഥാനവും മുട്ടം ക്ലബ്ബ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ CBK ജോൺ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം ഇടുക്കി ജില്ലാ വോളിബോൾ ടീമിലേക്കുള്ള സെലക്ഷനും നടന്നു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ നടത്തിയ ഇടുക്കി ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10ഓളം ടീമുകൾ പങ്കെടുത്തു. സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമോൻ കൈപ്പടക്കുന്നിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാമ്പ്യൻഷിപ്പിൽ മൂലമറ്റം ക്ലബ്ബ് 1ാം സ്ഥാനവും മുട്ടം ക്ലബ്ബ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ CBK ജോൺ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ഇതോടൊപ്പം ഇടുക്കി ജില്ലാ വോളിബോൾ ടീമിലേക്കുള്ള സെലക്ഷൻ നടന്നു. ഡീപോൾ സ്കൂളിൽ നിന്നും ജൂഡ്സൺ ഫ്രാൻസിസിന് സെലക്ഷൻ ലഭിച്ചു. ചെയർമാൻ TR ഷൈജൻ, കൺവീനർ ജിമ്മി സെബാസ്റ്റ്യൻ, ടീം സെലക്ഷൻ ഹെഡ് സാബു ജോസ്, സന്തോഷ് VS, മിനിമോൾ VS, ജോയി അഗസ്റ്റിൻ, ജോബിമോൻ PV, KJ മാണി, സുമിത് മാത്യു, ജിജോ ജോർജ്, അബിൻ ശ്രീ മനോജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. ദിവസവും ആയിരങ്ങളാണ് പുസ്തകമേള നടക്കുന്ന എക്സ്പോ നഗറിൽ എത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 3ാമത് പുസ്തകമേളയാണ് ഷാർജയിലേത്. 112 രാജ്യങ്ങളിൽ നിന്നായി 2200-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. ഇളയരാജ, തമിഴ്നാട് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, PP രാമചന്ദ്രൻ തുടങ്ങിയവർ അതിഥികളായി എത്തും. കുട്ടികളുടെ വിവിധ പരിപാടികളും കുക്കറി ഷോകളും പുസ്തകമേളയുടെ ഭാഗമായി നടക്കും. MJ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തുടക്കമായതോടെ ഗൾഫ് രാജ്യങ്ങളുടെ സാംസ്കാരിക തലസ്ഥാനമായി ഷാർജ മാറി. ഷാർജ പുസ്തകോത്സവത്തിന്റെ 43ാമത് എഡിഷനാണ് ഇത്തവണത്തേത്. 17-ന് മേള സമാപിക്കും. ദിവസവും ആയിരങ്ങളാണ് പുസ്തകമേള നടക്കുന്ന എക്സ്പോ നഗറിലെത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ 3ാമത് പുസ്തകമേളയാണ് ഷാർജയിലേത്. പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. 112 രാജ്യങ്ങളിൽ നിന്നായി 2200-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. കവിയരങ്ങിൽ കവി റഫീഖ് അഹമ്മദ് പങ്കെടുക്കും. ഇളയരാജ, തമിഴ്നാട് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, PP രാമചന്ദ്രൻ തുടങ്ങിയവർ അതിഥികളായും എത്തും. കഴിഞ്ഞ 10 വർഷമായി പുസ്തകമേളയിൽ പങ്കെടുക്കുന്നതിനായി പാലക്കാട് നിന്നും പുസ്തകമേളയിൽ എത്തുന്ന മാധ്യമപ്രവർത്തകൻ ബഷീർ മാടാല ഈ പ്രാവശ്യവും എത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. 43ാമത് എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000-ൽ പരം പ്രസാധകരും 400-ൽ പരം എഴുത്തുകാരും സംഗമിക്കുന്ന ഇതുപോലെ മറ്റൊരു വേള ലോകത്തെവിടെയുമില്ല. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതമാണ്. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാർ ഇവിടെ വരുന്നു. ഇത്തവണ ഔദ്യോഗികമായി 250 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. പക്ഷേ 850-ൽ പരം പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം നടക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതൊരു ഉദ്ഘാടന കേന്ദ്രമായി കണ്ട് ഇങ്ങോട്ട് ധാരാളം വായനക്കാരെത്തുന്നു. അറബികൾ ഇതൊരു ഉത്സവമാണ്. 10 ദിവസം അറബികൾക്ക് ഇതൊരു ഉത്സവം. ഇവിടുന്ന് പുസ്തകങ്ങൾ ധാരാളം പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകും. ട്രോളി ബാഗുകളിലാണ് ഇവർ പുസ്തകമായി കൊണ്ടുപോകും. ലോകത്തിൽ തന്നെ ഇത്തരം മേള ലോകത്ത് വേറെ എവിടെയുമില്ല, ഷാർജയിൽ മാത്രമേ ഉള്ളൂ.
203 സാംസ്കാരിക പരിപാടികളാണ് പുസ്തകമേളയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ 76 പരിപാടികളും പ്രശസ്ത ഷെഫുകൾ സംബന്ധിക്കുന്ന കുക്കറി ഷോകളും നടത്തും. സമൂഹ മാധ്യമത്തിനായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ചർച്ചകളും സംവാദങ്ങളുമായി പുസ്തകമേള സജീവമാണ്. ട്രോളി വാഹനങ്ങളിലാണ് പുസ്തകങ്ങളുമായി പലരും മടങ്ങുന്നത്. മലയാള വിഭാഗവും സജീവമാണ്. നിരവധി പ്രസാധകരുമുണ്ട്. ദിവസവും നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നു. പ്രവാസി മലയാളികൾക്കും ഇത് അക്ഷരത്തിന്റെ ഉത്സവ നാളുകളാണ്. ന്യൂസ് ബ്യൂറോ, ഷാർജ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിൽ ശിശുദിന ആഘോഷം നടത്തി. സ്കൂളിൽ പ്രത്യേകം സംഘടിപ്പിച്ച അസംബ്ലിയിൽ ശിശുദിന വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് ടി എൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നിൽ, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു എന്നിവർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. സെന്റ് സെബാസ്റ്റ്യൻ യു പി സ്കൂളിൽ ശിശുദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂളിൽ പ്രത്യേകം സംഘടിപ്പിച്ച അസംബ്ലിയിൽ ശിശുദിന വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക അസംബ്ലിക്ക് സ്കൂൾ ലീഡർമാരായ നിഹാൻ നിഷാദ്, അമീന മാഹിൻ എന്നിവർ നേതൃത്വം നൽകി. ശിശുദിന റാലിയും നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് ടി എൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, അനുസരിച്ചു വളരണം, അരുമയായി തീരണം. നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നിൽ, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു എന്നിവർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുകയും ശിശുദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് സ്പോർട് ക്വിസ് സംഘടിപ്പിക്കുകയും വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. വർണ്ണശബളമായി നടത്തപ്പെട്ടു. ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജവഹർ ബാലമഞ്ച് കരിമണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് നെഹ്റു അനുസ്മരണം നടത്തി. റെഡ് ക്രോസ് സൊസൈറ്റി താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. ആൻസി സിറിയക് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ NK അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ഭാരതത്തിന്റെ അടിസ്ഥാനമിട്ട ഭരണാധികാരിയാണ് ജവഹർലാൽ നെഹ്റു എന്നും നെഹ്റു എന്ന സോഷ്യലിസ്റ്റ് ലോകത്ത് പാഠ്യവിഷയമാണെന്നും റെഡ് ക്രോസ് സൊസൈറ്റി താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട് ജവഹർമാല മഞ്ച് കരിമണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിമണ്ണൂർ ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണത്തിന്റെ ക്വിസ് മത്സരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആൻസി സിറീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ NK അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ആൻസി സിറിയക്, സഹകരണ ബാങ്ക് ഡയറക്ടർ ശിവൻകുട്ടി, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് ഷാജി, ആരുജ, അധ്യാപിക സൂര്യ S തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് റെഡ് ക്രോസ് ജില്ലാ വൈസ് ചെയർമാൻ PS സെബാസ്റ്റ്യൻ ചടങ്ങിൽ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ.
യുവജനങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി SMYMന്റെ നേതൃത്വത്തിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 180 ഏത്തവാഴകൾ നട്ടു. ഏത്തവാഴ വിത്ത് നടീലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. കട്ടപ്പന ഫൊറോന SMYM പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ, ഫൊറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഫൊറോന SMYMന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാം ഘട്ടം എന്ന നിലയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 150ഓളം ഏത്തവാഴ വിത്തുകൾ നട്ടു. ഏത്തവാഴ വിത്ത് നടീൽ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. കൃഷിയിലേക്ക് പിള്ളേരുടെ സമയമെല്ലാം കണ്ടെത്തി അവർ കൃഷിയിലേക്ക് ആയിക്കോട്ടെ എന്നുള്ള നല്ല ലക്ഷ്യബോധത്തോടെ നമ്മൾ ഈ സ്ഥലം വിട്ടുകൊടുക്കുകയും അവർ ഇവിടെ വന്ന് പച്ചക്കറിയും വാടിയും നടാനുള്ള അവരുടെ ഒരു ഉദ്യമത്തെ ഞാൻ ആദ്യമായിട്ട് തന്നെ അഭിസംബോധന ചെയ്യുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെല്ലാവരും കൃഷിയിൽ നിന്ന് മാറി പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യൂത്ത് പിള്ളേരുടെ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ എത്രയും നല്ല രീതിയിൽ അവരുടെ ഈ കൃഷി വിജയിച്ചു പോകണം, അതുപോലെ തന്നെ അവരുടെ ഈ സംരംഭം വിജയിക്കണം, കട്ടപ്പന ഫൊറോന വിജയിച്ചു നിൽക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന ഈ പ്രവർത്തനം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥന നേരുകയും ചെയ്യുന്നു. കട്ടപ്പന ഫൊറോന SMYM പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ, ഫൊറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടം എന്ന നിലയിൽ വാഴക്കൃഷിയിൽ ആരംഭിക്കുന്നു. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയി മറ്റ് കൃഷികളിലേക്കൊക്കെ കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള യുവജനങ്ങൾക്ക് ഇതൊരു നല്ലൊരു മാതൃകയാവട്ടെ. അവർക്ക് അധ്വാനശീലവും കഠിനാധ്വാനവും കൃഷി ചെയ്യാനും ഒക്കെയുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെയെങ്കിലും യുവജനങ്ങളെ കൃഷിയിലേക്ക് വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കട്ടപ്പന ഫൊറോന SMYMന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാം ഘട്ടമെന്ന നിലയിൽ ഇവിടെ വാഴക്കൃഷി നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കട്ടപ്പന സെന്റ് ജോർജ് ഇടവക അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ഫാദർ ഷിബിൻ മണ്ണാറാത്ത്, എലിസബത്ത് തോമസ്, അർപ്പിത സൂസൻ ടോം എന്നിവർ നേതൃത്വം നൽകി. വരും ദിനങ്ങളിൽ മറ്റു പച്ചക്കറി കൃഷികളും കൂടി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ജവഹർ ബാൽമഞ്ച് ഇടുക്കി ജില്ലാ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി രാജാക്കാട് കരുണാഭവനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. KPCC മെമ്പർ R ബാലൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ജവഹർ ബാൽമഞ്ച് ജില്ലാ പ്രസിഡന്റ് ജോസഫ് വട്ടോതിൽ അധ്യക്ഷത വഹിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുട്ടികളുടെ സർഗ്ഗവാസനകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച ജവഹർ ബാൽ മഞ്ച് ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് രാജാക്കാട് കരുണാഭവനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ശിശുദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം KPCC മെമ്പർ R ബാലൻപിള്ള നിർവഹിച്ചു. ജവഹർ ബാൽ മഞ്ച് ജില്ലാ പ്രസിഡന്റ് ജോസഫ് വട്ടോത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ്, കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ, സാജു വട്ടക്കോട്ടിൽ, ഷാലൻ ഫ്രാൻസിസ്, ജോസഫ് ആന്റണി, P പ്രശാന്ത്, സിജു മാങ്കുഴിയിൽ, ഷാജി റാത്തപ്പള്ളിയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്നേ ദിവസത്തെ പ്രത്യേകത അതുമാത്രമല്ല, പ്രമേഹ രോഗങ്ങളോടുള്ള ഇതുകൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നടത്തപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ദീർഘവീക്ഷണമുള്ളവരാണ്. ഇത് നെഹ്റുവിന് കൂടുതൽ ദീർഘവീക്ഷണമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ജനിച്ചു വന്ന് അതിനുശേഷം വളർന്നു വന്നൊരു കാലഘട്ടം ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ വളർത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം കൊടുത്തിട്ടുള്ളതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്ന കാര്യത്തിലും കുട്ടികളുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയിലൊക്കെ അവരെ മുൻകൈയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. Respected person, teacher, parents, and all my dear. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. കലോത്സവത്തിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും ആന്റണി ജോൺ MLA നിർവഹിച്ചു.
കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. ജനറൽ വിഭാഗം കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. അറബിക് കലോത്സവത്തിൽ ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും സംസ്കൃത കലോത്സവത്തിൽ മാലിപ്പാറ ഫാത്തിമ മാത UP സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 35ാമത് കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. ജനറൽ വിഭാഗത്തിൽ 591 പോയിന്റോടെ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾ ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. അറബിക് കലോത്സവത്തിൽ ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളും സംസ്കൃത കലോത്സവത്തിൽ മാലിപ്പാറ ഫാത്തിമ മാത UP സ്കൂളും ഒന്നാം സ്ഥാനക്കാരായി. കോട്ടപ്പടിമാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നടത്തിയ കലോത്സവത്തിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഇവിടെ ഉപജില്ലാ തലം മുതൽ പരിശോധിക്കുമ്പോൾ സംസ്ഥാന തലത്തിലടക്കം വളരെ മികച്ച നിലയിൽ തന്നെയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഈ കലോത്സവ വേദികളിലൂടെ കടന്നുപോയവർ തന്നെയാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക സാമൂഹിക സമാപന ചടങ്ങിൽ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് BGP ഐസക്, ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ അജിൻ, AEO സജീവ് KB, കലോത്സവം ജനറൽ കൺവീനറും പ്രിൻസിപ്പളുമായ ജീന കുര്യാക്കോസ്, ട്രസ്റ്റിമാരായ CK ജോസഫ്, എൽദോ K പോൾ, ഹെഡ്മിസ്ട്രസ് താര A പോൾ, HM ഫോറം സെക്രട്ടറിമാരായ സിസ്റ്റർ റിനി മരിയ, വിൻസെന്റ് ജോസഫ്, കോട്ടപ്പടി ഗവൺമെന്റ് LP സ്കൂൾ HS ഷാലി VM, സെന്റ് ജോർജ് UP സ്കൂൾ മാനേജർ MK വർഗീസ് കുട്ടി, HM റിയ മേരി മോൻസി, PTA പ്രസിഡന്റ് സുകുമാരൻ PK, പ്രോഗ്രാം കൺവീനർ നിയാസ് MM എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ കലോത്സവത്തിന്റെ വിജയത്തിനായി പ്രയത്നിച്ചവർക്കും ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ട് വൻ വിജയമായ ചിന്ന ചിന്ന ആശയ പദ്ധതി തുടരുമെന്ന് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS. ഉപ്പുകുന്ന മലനിരകളുടെ വശ്യമനോഹാരിത ആസ്വദിക്കാൻ നവംബർ 17-ന് മൂൺലൈറ്റ് സഫാരി ഒരുക്കുമെന്ന് ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അർക്കുളം പഞ്ചായത്തിൽ അടിസ്ഥാന വികസന പദ്ധതികൾ ഉൾപ്പെടെ പദ്ധതി നടത്തിപ്പ് താളം തെറ്റിയതായി UDF ഭാരവാഹികൾ മൂലമറ്റത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ധർത്തി ആബ ജനജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇടുക്കി കുമളി മന്നാർ നഗർ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോമോൻ കൈപ്പടക്കുന്നിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.